ഞങ്ങളിന്ന് ഇവിടുന്ന് ദൂരെയുള്ളൊരു അമ്പലത്തിൽ പോവാണ് കേട്ടോ. ദൂരം എന്ന് പറഞ്ഞാൽ വഡോദരയിൽ നിന്ന് ഒരു 65 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലിയാണ് പോകുന്നത്. ഇന്നലെ ഷിഫ്റ്റ് ഉള്ളവരാണ്. ഉച്ചയ്ക്ക് ശേഷം ലീവാണല്ലോ, ഈ ഉച്ചയ്ക്ക് ശേഷം ഓഫാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒരു വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്. ഞാനും പിന്നെ ഹേമൻ്റെ ഫാമിലിയും പിന്നെ വേറെ ആളുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നത് പൊയ്ച്ച ഗ്രാമത്തിലുള്ള നമ്മുടെ നർമ്മദ നദീൻ്റെ തീരത്തുള്ള നീലകണ്ഠധാം സ്വാമിനാരായണ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പരുത്തി കൃഷിയുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്, അങ്ങനെ 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 അങ്ങ് നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ കവാടം കടന്നിട്ടുണ്ട്. കവാടം കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടുണ്ടല്ലോ നിറയെ അങ്ങ് ഇവിടുന്ന് തുടങ്ങിയിട്ട് എത്രയോ ദൂരം വരെ പശുവിൻ്റെ ഇതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ആല എന്നൊക്കെ പറയും, ഇവിടെ പോയപ്പോൾ തൊഴുത്ത് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങ് ദൂരെ വരെയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വാട്ടർ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നേരം വൈകിനെ കൊണ്ട് അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഒന്നാമത് ഞങ്ങൾ വരുമ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നിറയെ മാങ്ങേൻ്റെ തോട്ടമാണ് കേട്ടോ, മാവിൻ്റെ തോട്ടം. അപ്പം അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കിട്ടുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് ഇറങ്ങിയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇറങ്ങിയിട്ട് അവരുടെ അടുത്ത് വില പേശി 2 കിലോ മാങ്ങ 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മാങ്ങയും സപ്പോട്ട ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് കുറേ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടൊക്കെ വന്ന് ചായ കുടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ എത്തുമ്പം തന്നെ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് വാട്ടർ പാർക്കിലൊന്നും പോയിട്ടില്ല. ഈ ഒരു അമ്പലത്തിന് എന്തൊക്കെയൊക്കെയോ പ്രത്യേകതയുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറേ ഗൂഗിളിലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് വിഷ്ണു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇവിടെ നിറയെ ശ്രീകൃഷ്ണൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ അമ്പലം എന്ന് പറയുമ്പം പൂജാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രസാദമൊന്നുമില്ല കേട്ടോ. 30 രൂപ കൊടുത്താലെങ്ങാണ്ട് ഒരു പ്ലേറ്റിൽ ഇവരുടേതായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട്, അത് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇവിടെ ഭണ്ഡാരമൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിലൊക്കെ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ ഒരു ഞായറാഴ്ച ആയതിനെക്കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആനയുണ്ട് കേട്ടോ. ആന ഒത്തിരി വയസ്സായിട്ടുള്ള ആനയാണ്. അതിന് നടക്കാനൊന്നും പറ്റണില്ല. പിന്നെ ഇവിടെ ഡെയിലി വൈകുന്നേരം ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയാണ് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഇവിടുത്തെ അകത്തുള്ള വിഗ്രഹത്തിനെ ഞാൻ തോന്നുന്നു പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നിറയെ നമ്മുടെ ശ്രീകൃഷ്ണനിങ്ങനെ അവിൽ കൊടുത്തിട്ടുള്ള കുചേലിനില്ലേ, ആ കുചേലിനെ പോലെ വേഷമൊക്കെ കെട്ടിയിട്ടുള്ള, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പം അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ രാത്രിയാണ് ശരിക്കും വരേണ്ടത് കേട്ടോ. ഇവിടെ ഫുള്ള് ലൈറ്റായിരിക്കും. ലൈറ്റായിട്ട് ഈ ഒരു അമ്പലം തന്നെ കാണാൻ തന്നെ ഭംഗിയാണ്. എൻ്റെ ഫോണിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നും എത്രത്തോളം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേങ്കിൽ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇതിനൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. പിന്നെ ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നർമ്മദ നദിയിലും അതേപോലെ തന്നെ നദീൻ്റെ തീരത്തൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇത് നർമ്മദ നദിയിലെ വെള്ളമാണ് പോലും. ഈ ഒരു വെള്ളത്തിൽ ഒത്തിരി പേര് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു സിംഹത്തിൻ്റെ വായിൽ നിന്ന് സിംഹം തോന്നുന്നു ഇങ്ങനെ വെള്ളം വന്നിട്ട് ആ ഒരു വെള്ളം കുറേ സിംഹത്തിൻ്റെ തല ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു തലേൻ്റെ ഉള്ളിലൂടെ വരുന്ന വെള്ളം നമ്മൾ കയ്യിലിങ്ങനെ എല്ലാത്തിൻ്റെയും വായിൽ നിന്ന് വരുന്ന വെള്ളം നമ്മളിങ്ങനെ കൈകൊണ്ട് തൊടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ശ്രീകൃഷ്ണൻ്റെ ഇതേപോലത്തെ വിഗ്രഹങ്ങളാണ് കേട്ടോ. ശ്രീകണ്ണനും രാധയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നച്ചുന് വലിയ ഇഷ്ടമായി കേട്ടോ. അതുവരെ അവൾ കാലുവേദന എന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ വന്നപ്പം ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം ഈ ഒരു അമ്പലത്തിൽ ചിലവഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ ഒരു ലഡു പോലത്തെ സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് നമുക്ക് ആ ലഡു പോലത്തെ സംഭവത്തിന് 90 രൂപയും കണ്ടാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ അകത്ത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡെയിലി വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ വിഗ്രഹത്തിനെ എടുത്ത് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ചെണ്ടയൊക്കെ മുട്ടിയിട്ട് എന്തൊക്കെയോ ഞാൻ ദൂരേന്ന് കണ്ടതിനെ കൊണ്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അപ്പം അതിൽ നിന്ന് വിഗ്രഹത്തിൻ്റെ മാലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ നിറയെ മുത്ത് ഇങ്ങനെ താഴെ വീഴും കേട്ടോ. ഒത്തിരി പേര് അത് പെറുക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാനും മേമയും കൂടെ പെറുക്കിയിട്ടോ. എന്താ അത് ചെയ്യാമെന്നൊന്നും അറിയില്ല. പെറുക്കിയിട്ട് ഞാനൊരു കടലാസിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകാനാണ് പെറുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ
അമ്പലം എന്ന് പറയുമ്പോൾ ചുറ്റിക്കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഈ ഒരു ഭാഗം മൊത്തം കണ്ട് തിരിച്ചു വരുമ്പം ഞങ്ങൾ ഏത് ഭാഗമാണ് കണ്ടതെന്ന് പോലും ഓർമ്മയില്ല. അത്രയ്ക്ക് വലിയ അമ്പലമാണ് കേട്ടോ. പിന്നെ നദിയിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നദീൻ്റെ പല സൈഡും നമ്മുടെ നാട്ടിലെ ഭാരതപ്പുഴ പോലെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ വറ്റിക്കിടക്കുന്ന ഇവിടെ ചൂടായതിനെക്കൊണ്ടായിരിക്കും. ഇത് ഞങ്ങൾ വന്നത് 5 മണിക്കാണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ. ചൂട് എന്ന് പറഞ്ഞാൽ എന്ത് ചൂടാണെന്നാണ് പറയേണ്ടത്. വിയർത്തിങ്ങനെ ഒലിക്കുകയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കൂടെ വന്ന ഒരാൾക്ക് കുഞ്ഞു ഭാവിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവർ ബീഹാറിലുള്ളവരാണ്, ഖനിയുടെ മക്കൾ. അപ്പോൾ അവർക്കില്ലേ ചൂടൊന്നും അത്ര വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാരാണല്ലോ, ഞങ്ങൾക്കാണ് ഈ ഒരു ചൂടൊട്ടും തന്നെ സഹിക്കാൻ പറ്റാണ്ടായത്. ഹേമേൻ്റെ മുഖമെല്ലാം കൂടെ ചുവന്ന് തുടുത്ത ആപ്പിൾ പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ മെയിൻ സ്ഥലത്തേക്കാണ് കേട്ടോ കയറുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ അയ്യോ ഒന്നും പറയണ്ട. പിന്നെ ഈ ഒരു വഡോദരയിലുള്ള ഒത്തിരി പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അവരൊക്കെ ഇവിടെ പോയിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അറിയുന്നവർ കമൻറ്റ് ചെയ്യേ. അങ്ങനെ ഇതാ ഞങ്ങളതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടേ. പുറത്തൊരു ആനയുണ്ട് കേട്ടോ, അതാ അവിടെ ഈ ഒരു പുറത്തേക്കൊരു ആനയുണ്ട്. പിന്നെ ചെരുപ്പ് അഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. അപ്പം ആ ഒരു സൈഡിലായിട്ട് ചെരുപ്പ് അഴിച്ചു വെക്കാൻ വിചാരിച്ചു. ചെരുപ്പ് അഴിച്ചു വെക്കാമെന്ന് പറയുമ്പോഴേക്കും തന്നെ ഏട്ടൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ആന നിൽക്കുന്ന കണ്ടിട്ട് ആനേൻ്റെ തുമ്പിക്കൈൻ്റെ അകത്ത് ഒത്തിരി പേര് പൈസ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ആനയില്ലേ ഞാൻ പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിഗ്രഹം എടുത്ത് പുറത്തേക്ക് വന്നിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന്. ആ ഒരു ടൈമിൽ ഈ ഒരു ആനയും ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം കുറച്ച് സമയം ആനേൻ്റെ അടുത്തൊക്കെ നിന്ന് ഞങ്ങൾ ആദ്യം ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെരുപ്പ് അവിടെ കഴിച്ചു വെച്ചു കേട്ടോ ഈ ഒരു ഭാഗത്ത്. പക്ഷേങ്കിൽ ഈ ഒരു നിലത്ത് ചവിട്ടുമ്പോൾ ഇല്ലേ, ഇവിടെ ഭയങ്കര ചൂടാണ്, പക്ഷേങ്കിൽ നിലത്ത് ചവിട്ടുമ്പോൾ ചൂടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവക്കാണെങ്കിൽ വെള്ളത്തിൽ എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്നായി. പക്ഷേങ്കിൽ വെള്ളത്തിന് ഇങ്ങനെ നമ്മുടെ അക്വേറിയത്തിലൊക്കെ വെള്ളം ഉണ്ടാവില്ലേ, ഒത്തിരി ദിവസം മാറ്റാണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ, അതേപോലത്തെ ഒരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു നദിയിലെ വെള്ളമാണെന്ന് തോന്നണു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. നമ്മൾ ഇത്രയും ദൂരം വരെ വന്നാലും ഒത്തിരി സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊരു മലയാളി അതിനെക്കൊണ്ടായിരിക്കും എനിക്ക് ഇവിടുത്തെ ഇതൊന്നും അറിയില്ല, നമുക്കറിയില്ല എന്താണ് ഓരോരോ സ്ഥലത്തിനും. ഈ എന്തൊരു മലയാളിയാണ് കേട്ടോ അപ്പോൾ മണിമുട്ടിയിട്ട് പോയത്. സംസാരിച്ചൊന്നുമില്ല, അവർ മലയാളം പറയുന്നത് കേട്ടു. പിന്നെ ഇവിടുത്തെ ഇവർക്കേ അറിയൂ ഇവിടെ എന്തൊക്കെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആരോടും ചോദിച്ചുമില്ല എന്തൊക്കെ പ്രത്യേകത ഉണ്ടോയെന്നൊന്നും. അങ്ങനെ ഞങ്ങൾ ഓരോരോ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ വന്നൊരു ഫീലില്ല. കാരണം നമ്മളെ നാട്ടിലൊന്നും ഗുരുവായൂരൊക്കെ പോയാൽ ഫോണൊന്നും അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറ്റത്തില്ലല്ലോ. ഇവിടെ പക്ഷേങ്കിൽ വിഗ്രഹം വരെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും എടുക്കുന്നുണ്ട്, ഞങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് നടന്നു പോവാണ് കേട്ടോ. ഉള്ളിൽ കാണാനും ഒത്തിരി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ചൂടെടുത്തിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കയറി പോവാം കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് എല്ലാ ഭാഗവും കണ്ടോയെന്ന് ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല. കാരണം ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊരു ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു വെള്ളം കാണാനില്ലേ നല്ല രസമുണ്ട്. നല്ല നീല കളറായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നി ഈ ഒരു ചൂടത്ത്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും ആരും ഇറങ്ങുന്നില്ല കേട്ടോ. ഒത്തിരി പേരുണ്ട് ഇതിൽ. ചെറിയ രീതിയിൽ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ മലയാളം കേൾക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചൂടത്തായതിനെ കൊണ്ടായിരിക്കും. ഇവിടെ നമ്മളെ ഈ ഒരു ജനുവരി ഫെബ്രുവരി ആ ടൈമിലൊക്കെ വരുവാണെങ്കിൽ പൊളിക്കും, നല്ല രസമായിരിക്കും. നല്ലൊരു തണുപ്പൊക്കെ അതിനെക്കൊണ്ട്. ഇത് ഈ ഒരു വിഗ്രഹമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് താഴോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു രഥമുണ്ട്, ആ രഥത്തിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നേ പരിപാടിയൊക്കെ ഉണ്ടായത്. അപ്പോഴത്തേക്ക് ഇവിടെ മൊത്തത്തിൽ ലൈറ്റൊക്കെ തെളിയിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ അകത്തേക്ക് കിടന്നിട്ടുണ്ട്. ഇവിടെ ശങ്കരാചാര്യ പ്രതിമയൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ ഉണ്ട് കേട്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ വായിക്കാനുണ്ട്. ഗുജറാത്തി അതുകൊണ്ട് നമുക്ക് ഹിന്ദി തന്നെ മര്യാദയ്ക്ക് അറിയില്ല, അപ്പോഴാണ് ഗുജറാത്തി. ഇങ്ങനെ ഇതാ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഹേമയും വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അയാളൊരു നോട്ടം നോക്കുന്നുണ്ട്. ഓരോ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഓരോ എടുക്കുകയാണെന്ന്. അങ്ങനെ ഇതാ ഇത് വിഗ്രഹത്തിൻ്റെ അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഫാൻ ഉണ്ട് കേട്ടോ.
ഒത്തിരി വലിയ ഫാനാണ്, ഭയങ്കര കാറ്റുമാണ് കേട്ടോ. ഇതിൻ്റെ അവിടെ കുറച്ച് സമയം ഞങ്ങൾ നിന്നിട്ടുണ്ട്, ഒന്ന് ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വന്നിട്ട് വീഡിയോസാണ് കേട്ടോ എടുക്കുന്നത്. ഭയങ്കരമായിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ പൂജാരികളൊക്കെ ഇല്ലേ ഇങ്ങനത്തെ വേഷത്തിലാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ കുചേലനില്ലേ, കുചേലൻ തന്നെയല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തിരുത്തി പറഞ്ഞിരുന്നു കേട്ടോ. ആ മുടി ബാക്കിലൊക്കെ വെച്ചിട്ട് അവിലൊക്കെ അങ്ങനെ കൊടുക്കുന്ന ആയിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഭണ്ഡാരമൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പൈസ ഇട്ടു. പിന്നെ പ്രസാദമായിട്ട് ഞങ്ങൾ ആ 30 രൂപ കൊടുത്തിട്ടുള്ള അത് വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് ലഡു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലഡു ആണോ എന്നറിയില്ല, നല്ലൊരു പാൽപ്പേടേൻ്റെ ആ ടേസ്റ്റൊക്കെ ഉള്ളൊരു സംഭവം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ആ ഒരു മുകളിൽ അവിടെ ഇരുന്നു. പിന്നെ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഒരാൾ പറഞ്ഞതാണ്, എന്തായാലും നിങ്ങൾ അടുത്ത കൊല്ലം ഇവിടുന്ന് പോവുമല്ലോ, പോകുന്നതിൻ്റെ മുമ്പ് ഈ ഒരു അമ്പലത്തിൽ എന്തായാലും പോയിക്കാൾ. ആ ഒരു അമ്പലത്തിൽ അത്രയ്ക്കും ഇതാണ്, എന്താ പറയുക, ഒന്ന് ഈ അമ്പലത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി, നിങ്ങൾക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. എന്താ അതൊന്നും കാര്യമൊന്നറിയില്ല. അങ്ങനെ വന്നു. പിന്നെ അടുത്ത ഒരു ഭാഗത്തേക്കുള്ള ഒരു ഇത് കണ്ടു കേട്ടോ. അത് ശ്രീകൃഷ്ണൻ ഇങ്ങനെ അവിടെ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹമാണ്. എല്ലാവരും ഇങ്ങനെ ആട്ടുന്നുണ്ടായിരുന്നു കേട്ടോ, ഊഞ്ഞാലാട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു കയറ് പിടിച്ചിട്ട് ഏട്ടനും നച്ചു ആട്ടി, പിന്നെ ഞാനും ഹേമയും ആട്ടി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം അവിടെ ഇരുന്നു, കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ അകത്ത് കിടക്കുന്നില്ലേ, എന്തിൻ്റെ അകത്താണ് അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. പണ്ട് ഇതൊക്കെ നല്ലതാണ് അറിയാൻ, ഇപ്പം എനിക്കിതൊന്നും അറിയില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്ന അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ വിഗ്രഹമാണ്. ഇതാണ് ഇവിടുന്ന് നമ്മൾ അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 30 രൂപയാണ് ഈ ഒരു പൂജാതട്ടിന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സമയം ഈ ഒരു ഭാഗത്തിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, പശുവിൻ്റെ വായിന്നാണ് കേട്ടോ, സിംഹമല്ല, മാറിപ്പോയതാണ്. വായിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് അത് നമ്മൾ എല്ലാത്തിൻ്റെയും വായിന്ന് വരുന്നത് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കണം എന്ന് പറഞ്ഞവർ. ചിലർ നനയുന്നുണ്ട്. എൻ്റെ മുമ്പിൽ നടന്നിട്ടുള്ള ഒരു ഗുജറാത്തി ചേച്ചിയായിരുന്നേ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നനയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ നനയുന്നില്ല, കയ്യിലാക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇതാണ് ലാസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു പരിപാടി കേട്ടോ. ഇങ്ങനെ ആനേനെ വിടവിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വിഗ്രഹവും രഥത്തിലുണ്ട്. പിന്നെ വേറെ എന്തോന്നുണ്ട്. ഇവിടുത്തെ പൂജാരി വന്നിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്.
കുറച്ച് സമയം ഞങ്ങളത് കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടുന്ന് കുറേ മുട്ട് കൊഴിഞ്ഞിട്ട് നിലത്ത് ഇങ്ങനെ വീണെടുക്കുന്നുണ്ടായിരുന്നേ, മുട്ടും അതേപോലെ തന്നെ അരിൻ്റെ മണികളും കേട്ടോ. അപ്പം എല്ലാവരും അടുത്ത് ഇങ്ങനെ പെറുക്കുന്ന വേണ്ടിയിട്ട് ഞാനും മേലെ ഇരുന്ന് പെറുക്കിയിട്ടോ. പക്ഷേ ഞങ്ങൾ ഒരാളടുത്ത് ചോദിച്ചു ഇത് എന്തിനു വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞു കയ്യിൽ വെച്ചോ, അവർക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല, എല്ലാവരും പെറുക്കുന്ന വേണ്ടിയിട്ട് അവരും പെറുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് അതിങ്ങനെ പെറുക്കി എടുത്തു കേട്ടോ. കുഞ്ഞു 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 മാലേൻ്റെ മുത്താണ് കേട്ടോ. പിന്നെ ഇപ്പം തന്നെ സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് ഇട്ടിട്ട് എൻ്റെ ഫോണിൽ കാണുന്നതിന് എൻ്റെ ഫോണോ നമ്മൾ എന്താ പറയുക കുറച്ച് ഇരുണ്ടിട്ടാണ് ഞാനിപ്പം വീഡിയോസ് എടുക്കുമ്പം അത് കാണുക. പക്ഷേങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ എൻ്റെ ഫോണിൽ അതിലൊരു കറുപ്പ് ലൈറ്റ് അടിച്ചിട്ടാണ് കേട്ടോ കാണാം. അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ആനേനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കാലിന് എന്തോ അസുഖമുണ്ട്, അതിന് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പെറുക്കി എടുത്തിട്ടുള്ള മുത്താണ് കേട്ടോ ഇത് ഞാനൊരു കടലാസിലൊക്കെ കെട്ടിയിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. അവിടെ കുടിക്കുന്ന വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു, നല്ല തണുത്ത വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബോട്ടിലും ആക്കി കുറച്ച് ഞങ്ങൾ കുടിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി, വണ്ടിയിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വേറെ എവിടെയും പോകാനൊന്നുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ 7 മണി 8 മണീൻ്റെ അടുത്താവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് 60 കിലോമീറ്റർ പിന്നും ഓടിയിട്ട് വേണം വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഹേമേൻ്റെ ഹസ്ബൻഡിന് നാളെ ഇതാണ് കോട്ടർക്കാട് ഡ്യൂട്ടിയാണ്. അപ്പം കോട്ടർക്കാട് ഡ്യൂട്ടി എന്ന് പറയുമ്പം നാളെ പുലർച്ചെ പോയി മറ്റന്നാളാണ് തിരിച്ച് വീട്ടിലേക്ക്, മറ്റന്നാൾ വൈകുന്നേരമാണ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം അവർക്ക് വേഗം പോകണമായിരുന്നു, കാരണം ഉറങ്ങാൻ ഇത്തിരി സമയമാണ് കിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തുമ്പം തന്നെ ഏകദേശം 10-10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ഇവിടെ മോദി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു പോച്ച എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് വിട്ട് വഡോദര കയറിയപ്പം തൊട്ടിട്ട് ഫുള്ള് ഫ്ലെക്സാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ പാരാമിലിറ്ററീൻ്റെയും മിലിറ്ററീൻ്റെയും ഒക്കെ ഫ്ലെക്സ് വെച്ചിട്ടുള്ള ഒത്തിരി ഇതുണ്ട്. റോഡ് മൊത്തത്തിൽ അതാണ്. പിന്നെ വഡോദര ഫുള്ള് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മോദി വരുന്നതിനെ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുവാണെങ്കിൽ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നോക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ്. കാരണം ഒരു കട്ടിലിട്ടിട്ട് കട്ടിലിൻ്റെ നടുവിലായിട്ടൊരു മേശ പോലത്തെ, മേശയല്ല ഒരു കുഞ്ഞു ടേബിൾ പോലത്തെ സംഭവം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കേണ്ടത്. നമുക്ക് കാല് നീട്ടി വെച്ച് കഴിക്കാം, കിടന്ന് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഫുഡ് കഴിക്കാം കേട്ടോ. ഞങ്ങൾ ചപ്പാത്തിയും പിന്നെ പപ്പടവും പിന്നെ ബജ്റാനെ കൊണ്ടിട്ടുള്ളൊരു സംഭവവും പനീർ ബട്ടർ മസാലയും മഷ്റൂം കറിയും വാങ്ങിച്ചു കേട്ടോ. പിന്നെ വെള്ളവും ഒന്നും പറയാനില്ല. ഞങ്ങളെ ഡ്രൈവറാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളി ഭക്ഷണമായിരുന്നു. ഈ ഒരു കറിക്കൊക്കെ എന്ത് രസമായിരുന്നു അറിയാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ നമ്മുടെ ക്യാബേജൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ഇറങ്ങി. ഞങ്ങൾ വഡോദര എത്തിപ്പാണ് കേട്ടോ. ഫുൾ ഇങ്ങനത്തെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. മോദീൻ്റെ ഫ്ലെക്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സേനേൻ്റെ ഫ്ലെക്സ് ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നേടിയിട്ടുള്ള ഒത്തിരി, കാരണം ഇവിടെ വരുന്നുണ്ട്, നാളെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഒരു 11 മണിയാകുമ്പോഴത്തേക്കൊക്കെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയ ഇവിടെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മേലൊക്കെ കഴുകി ഭക്ഷണം കഴിച്ചതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് നാളെ വരാം. താങ്ക് യു.